നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് ഐസോകോറിക് പ്രോസസ്സ് വരെയാണ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിരുന്നു. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഐസോ തെർമൽ പ്രോസസ്സാണ്. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എന്നൊക്കെയാണല്ലോ മീനിങ്. അപ്പോൾ ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് എന്നാണ്. അതായത് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് തീരുന്നത് വരെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഐസോ തെർമൽ പ്രോസസ്സ് എന്ന്. ഇറ്റ് ഈസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇക്വേഷൻ ഫോർ ഐസോ തെർമൽ പ്രോസസ്സ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ PV = കോൺസ്റ്റൻ്റ് എന്നാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ അറിയാം, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. PV = nRT അല്ലെങ്കിൽ MRT എന്നൊക്കെയായിരിക്കും പഠിച്ചത്. nRT എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് P എന്ന് പറഞ്ഞാൽ പ്രഷർ എന്നാണ്, V എന്ന് പറഞ്ഞാൽ വോളിയം എന്നാണ്, N നമ്പർ ഓഫ് മോൾസ് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ഇനി ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ N നമ്പർ ഓഫ് മോൾസ്, നമ്മളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞൊരു സിസ്റ്റമാണ്, ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും കുറയുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ അതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ N-ഉം R-ഉം കോൺസ്റ്റൻ്റ് ആയി. ഇനി ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ T-യും കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഈ RHSലുള്ള N-ഉം R-ഉം T-യും കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ RHS മൊത്തം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇത് 3 കോൺസ്റ്റൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ RHS ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ PV = ഒരു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അതാണ് ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. PV = കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് ബോയിൽസ് ലോയുടെ ഇക്വേഷനും കൂടെയാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കും. ബോയിൽസ് ലോ പറയുന്നത് എന്താണ്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ്. ആ ഒരു ലോ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ബോയിൽസ് ലോയുടെ ഇക്വേഷൻ ചോദിച്ചാലും ഈ ഇക്വേഷൻ എഴുതാം. ഏതാണ്? PV = കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഇനി ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് μRT ആണ്. മ്യൂ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. അതിനെ തന്നെയാണ് നമ്മളിവിടെ N എന്നെടുത്തത്. N-ഉം മ്യൂ ഒക്കെ ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ പ്രോസസ്സ് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് ആ 2 കണ്ടീഷൻസ്? ഒന്ന്, ദ പ്രോസസ്സ് മസ്റ്റ് ബി സ്ലോ. പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണൊരു സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം ഇരിക്കുന്നത് ഒരു റിസർവോയറിൻ്റെ അകത്താണ്, റിസർവോയറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു റിസർവോയറാണ്. ഓക്കെ, ഈ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിസർവോയറാണ്. ഈ റിസർവോയറിൽ നിന്ന് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹീറ്റ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലേതെങ്കിലും ഒരു സംഭവം സഹായിക്കുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുന്നത്. ഒന്നുകിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒന്നുകിൽ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നടക്കുമ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ സ്വാഭാവികമായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നാൽ ഇത് ഒരു ഐസോ തെർമൽ പ്രോസസ്സ് ആവില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ അകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഇത് വലിച്ചെടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഈ റിസർവോയർ ആ ഹീറ്റിനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഹീറ്റിനെ അപ്പോഴപ്പോഴും റിസീവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്ന വളരെ സ്ലോ ആയിട്ടായിരിക്കണം. ഓക്കെ, പെട്ടെന്ന് ഹീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഈ റിസർവോയറിനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. ഇത് ഐസോ തെർമൽ പ്രോസസ്സ് ആവേയില്ല. അപ്പോൾ പതുക്കെയാണ്, സ്ലോയിലാണെങ്കിൽ മാത്രമേ വലിച്ചെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് സ്ലോ ആയിരിക്കണം. മസ്റ്റ് ബി സ്ലോ. സ്ലോ എന്ന് പറഞ്ഞാൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് എപ്പോഴും ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ.
രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇത് 1, ഇത് 2 ആണ്. ഓക്കെ. ദർ ഷുഡ് ബി എ പെർഫെക്റ്റ് കണ്ടക്റ്റിംഗ് വോൾ. കണ്ടക്റ്റിംഗ് വോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സിസ്റ്റവും ഈ റിസർവോയറിനും ഇടയ്ക്കുള്ള ഈ ഒരു വോൾ, ഈ ഒരു ഭിത്തി, ഈ ഒരു സെപ്പറേഷൻ, ഇതുവഴി ഹീറ്റിന് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റണം. ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന വോളിനെയാണ് കണ്ടക്റ്റിംഗ് വോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വോള് കണ്ടക്റ്റിംഗ് വോൾ ആയിരിക്കണം, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വോൾ ആയിരിക്കണം. ഓക്കെ. അങ്ങനെ പെർഫെക്റ്റ്ലി കണ്ടക്ട് ചെയ്യുന്ന ഒരു വോളിനെയാണ് ഡയാതെർമിക് വോൾ എന്ന് വിളിക്കുന്നത്. ഡയാതെർമിക് വോൾ. ഓക്കെ. അങ്ങനെ കണ്ടക്ട് ചെയ്യാത്ത വോളിനെ നമ്മൾ അഡിയബാറ്റിക് വോൾ എന്നാണ് വിളിക്കുന്നത്. ആ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പഠിക്കുക. പെർഫെക്റ്റ്ലി കണ്ടക്ട് ചെയ്യുന്ന വോളിനെയാണ് ഡയാതെർമിക് വോൾ എന്ന് വിളിക്കുന്നത്. പെർഫെക്റ്റ്ലി ഒട്ടും കണ്ടക്ട് ചെയ്യാത്ത വാളിനാണ് അഡിയബാറ്റിക് വോൾ എന്ന് വിളിക്കുന്നത്. അഡിയബാറ്റിക്, ADIABATIC, അഡിയബാറ്റിക് വോൾ. ഓക്കെ. അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ ദർ ഷുഡ് ബി എ പെർഫെക്റ്റ് കണ്ടക്റ്റിംഗ് വോൾ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയ്ക്ക്. ഈ സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാത്തിനെയും നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ റിസർവോയറും സറൗണ്ടിങ്ങിൽ പെടുന്നതാണ്. ഓക്കെ. അത്രയാണ് കണ്ടീഷൻസ്. ഇനി ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കണം. 1. ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ എ മെറ്റാലിക് സിലിണ്ടർ പ്ലേസ്ഡ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് ഫിക്സഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ അടുത്ത സിസ്റ്റം ഒരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. അത് വെച്ചിരിക്കുന്ന ഒരു വലിയ റിസർവോയറിൻ്റെ മണ്ടയിലാണ്. ആ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ആ പിസ്റ്റൺ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയാനാണ് സാധ്യത. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു റിസർവോയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് ഹീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോട്ട് റിസർവോയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്യാസിന് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഇതിന്ന് ഹീറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടാതെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ഗ്യാസ്, ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഓക്കെ. ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ മെറ്റാലിക് സിലിണ്ടർ. ഒരു മെറ്റാലിക് സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? പ്ലേസ്ഡ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് ഫിക്സഡ് ടെമ്പറേച്ചർ. ഇതിൻ്റെ ടെമ്പറേച്ചർ ഫിക്സഡ് ആണ്, ടെമ്പറേച്ചർ കൂടുന്നില്ല, പക്ഷേ ഹീറ്റ് എത്ര വേണമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസോതെർമൽ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. മെൽറ്റിംഗ് ഓഫ് ഐസ് അറ്റ് ഇറ്റ്സ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ്. ഐസ് മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, നമ്മൾ ഐസ് മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഐസ് മെൽറ്റ് ചെയ്യുന്ന 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ -10 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ഐസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി 0 ഡിഗ്രി സെൽഷ്യസ് എത്തിച്ചതിന് ശേഷം പിന്നെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാലും അത് മെൽറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല. 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ഉരുകി മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറും. ഓക്കെ. ഈ വാട്ടറായിട്ട് മെൽറ്റ് ചെയ്ത് തീരുന്നത് വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കതിനെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസ് അറ്റ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ്. നോർമൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അത് ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസായി മാറുന്ന പ്രോസസ്സിനെയാണ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളത്തിനെ ചൂടാക്കി 100 ഡിഗ്രി സെൽഷ്യസ് എത്തിച്ച ശേഷം പിന്നെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ആ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ബോയിൽ ചെയ്ത് വേപ്പറായി മാറും, അതായത് സ്റ്റീമായിട്ട് മാറും. സ്റ്റീമായിട്ട് മാറാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴായിരിക്കും. പക്ഷേ ആ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്താലും ഇത് സ്റ്റീമായി തീരുന്നത് വരെ, അതായത് ആ ലിക്വിഡ് വേപ്പറായി തീരുന്നു, ആ പാത്രം കാലിയാവുന്നത് വരെയും ആ സ്റ്റീമിൻ്റെയും ആ വാട്ടറിൻ്റെയും ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. ഓക്കെ. അത് ടെമ്പറേച്ചർ കൂടാത്തതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളാണ്. വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഇതൊക്കെ മറ്റ് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് പ്രോസസ്സാണ് എന്ന് ചോദിച്ചാൽ ഐസോതെർമൽ പ്രോസസ്സാണ് എന്ന് എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ മെൽറ്റിംഗ് ആൻഡ് വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ്, അതും ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾസാണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഉള്ളതാണ്, അത് പഠിക്കണം. ഓക്കെ. ഇത് ഒരു ഡെറിവേഷനാണ്, ഇതൊരു ഹാർഡ് കോർ ഡെറിവേഷനാണ്. ഓക്കെ. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാനും പറ്റും. ഓക്കെ. അപ്പോൾ
എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വർക്ക് ഡണ്ണിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് W ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന സിസ്റ്റം എങ്ങനത്തെ സിസ്റ്റമാണ്? സപ്പോസ് എ സിസ്റ്റം ഓഫ് എ ഗ്യാസ് എക്സ്പാൻഡിങ് ഫ്രം എ ഇനീഷ്യൽ വോളിയം V1 ടു എ ഫൈനൽ വോളിയം V2 ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗ്യാസിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ പുറത്തൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയർ ഒന്നെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലോട്ട് പോകും, അല്ലേ? പിസ്റ്റൺ മുകളിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വോളിയം V1 ആണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ വോളിയം V1 ആണ്. എക്സ്പാൻഡ് ചെയ്ത് അതായത് ഇതുവരെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫൈനൽ വോളിയം V2 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇനിഷ്യൽ വോളിയം V1, ഫൈനൽ വോളിയം V2. ഓക്കെ, അപ്പോൾ ദ വർക്ക് ഡൺ ഫോർ ദ സ്മോൾ ചേഞ്ച് ഇൻ എ വോളിയം dV ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇനീഷ്യൽ വോളിയം V1 തൊട്ട് ഫൈനൽ വോളിയം V2 വരെ ഉള്ള മൊത്തം പ്രോസസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗം നമ്മൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ വോളിയം 10 മീറ്റർ ക്യൂബ് ആണെന്നും ഫൈനൽ വോളിയം V2 20 മീറ്റർ ക്യൂബ് ആണെന്നും എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് 11, 12, 13 ഇങ്ങനെ പതുക്കെയാണ് വരുന്നത്. സ്ലോ പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് ഒരു 14.5 തൊട്ട് 14.6 വരെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ചെറിയ വോളിയത്തിൻ്റെ അത്രയും പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് ചെറിയ ചേഞ്ച് ആയതുകൊണ്ട് dV എന്നെടുക്കാം. ഓക്കെ, dV എന്ന് പറയുന്ന ഒരു ചെറിയ ചേഞ്ചിന് സംഭവിക്കുന്ന വർക്ക് ഡൺ, അതിന് കൊടുക്കേണ്ട വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P × ΔV എന്നാണല്ലേ. അപ്പോൾ DW, ചെറിയ വർക്ക് ഡൺ DW = P × ആ ചെറിയ ചേഞ്ച് ഇൻ വോളിയം dV എന്നെടുക്കാം. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സിൽ, കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും വളരെയധികം സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ DW = P × dV. DW എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ വർക്ക്, P എന്ന് പറഞ്ഞാൽ പ്രഷർ, dV എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ചെറിയ ചേഞ്ചിലുണ്ടാകുന്ന വർക്ക് ഡൺ DW ആണെങ്കിൽ മൊത്തം വർക്ക് ഡൺ കിട്ടാനായി നമ്മൾ ഈ DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ എന്നുള്ളത് നിങ്ങൾ മാത്സിൽ +2 രണ്ടാമത്തെ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്. സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ടെക്സ്റ്റിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ചാപ്റ്റർ അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇൻ്റഗ്രേഷൻ എന്നുള്ളതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഡെറിവേഷൻ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫുള്ള് പഠിക്കണമെന്നില്ല ഈ ഡെറിവേഷൻ അറിയാൻ വേണ്ടി. ഈ ഡെറിവേഷൻ ആവശ്യമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ്റെ റൂൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് നമ്മൾ ഈ ഡെറിവേഷൻ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞങ്ങ് പോകും. അപ്പോൾ അത് മാത്രം അങ്ങ് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾ മാത്സിൽ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതും കൂടെ അങ്ങ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയും കാണും. ഇത് നമ്മൾ ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് എന്ന് ഓർമ്മ വരുമ്പോൾ അത്രയും പോർഷൻ അപ്പോഴും പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ മൊത്തം വർക്ക് ഡൺ കിട്ടാനായിട്ട് ഈ ചെറിയ വർക്ക് ഡണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ പോർഷനിലുള്ളത് കണ്ടുപിടിച്ചിട്ട് മൊത്തം പോർഷനുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി, ചെറിയൊരു ഭാഗത്ത് എക്സാമ്പിൾ എടുത്തുകൊണ്ട് മൊത്തം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ മൊത്തം വർക്ക് ഡൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ വർക്ക് ഡൺ ആയിട്ടുള്ള DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ ഇത് ഇങ്ങനെയാണ് ഇടുന്നത്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇതവിടെ ഇട്ടിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ, ഇൻ്റഗ്രൽ DW. ഇനി ഇൻ്റഗ്രൽ സിമ്പിളിൻ്റെ താഴെയും മുകളിലും നമ്മൾ 2 വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്? V1 എന്നും V2 എന്നും. അപ്പോൾ ഈ താഴെ ഇട്ട് കൊടുക്കുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നത് ലോവർ ലിമിറ്റ് എന്നും, മുകളിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂവിനെ വിളിക്കുന്നത് അപ്പർ ലിമിറ്റ് എന്നുമാണ്. അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. എന്തൊക്കെയാണ് ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും? ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് തീരുന്നത്, എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 വാല്യൂസാണ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ V1 എന്നുള്ള വോളിയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് V2 എന്നുള്ള വോളിയത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് V1 ആയിരിക്കും, അപ്പർ ലിമിറ്റ് V2 ആയിരിക്കും. അപ്പോൾ W = ഇൻ്റഗ്രൽ V1 to V2 DW. അങ്ങനെയാണ് ഇത് വായിക്കാനുള്ളത്. W = ഇൻ്റഗ്രൽ V1 to V2 DW എന്ന് വായിക്കണം. ഓക്കെ, ഇനി ഈ DWൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. DWൻ്റെ വാല്യൂ P × dV എന്നാണ്. അപ്പോൾ ഈ DWന് പകരം P × dV എന്ന് കൊടുക്കാം. ഈ ഇൻ്റഗ്രലും ലിമിറ്റുകളും അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, പക്ഷേ നമുക്ക് PV = nRT എന്നുള്ളൊരു ഇക്വേഷൻ അറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. PV = nRT. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ നമ്മൾ ഇൻ്റഗ്രലിലുള്ള ഈ Pയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ഇൻറ്റു വിനെ നമ്മൾ റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ ഇൻറ്റു വി അപ്പുറത്ത് പോകുമ്പോൾ ബൈ വി ആവും. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്നാവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ്റെ എക്സ്പ്രഷനിൽ ഈ പിയുടെ സ്ഥാനത്ത് എൻ ആർ ടി ബൈ വി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും ഇക്വേഷൻ? ഇൻ്റഗ്രൽ വി വൺ ടു വി ടു, ഈ പിന് പകരം എൻ ആർ ടി ബൈ വി കൊടുക്കുക, ഡി വി അതേപോലെ എഴുതുക. അപ്പോൾ ഇൻ്റഗ്രൽ എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇനി കാര്യങ്ങൾ ബാക്കി ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രേഷൻ്റെ ഒരു റൂളൂടെ പഠിച്ചാൽ മതി. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോൺസ്റ്റൻറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ വെളിയിലെടുക്കാം, അതിൻ്റെ ഈ ഇൻ്റഗ്രൽ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സിമ്പിളി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റുകൾ ഏതൊക്കെയാണ്? എൻ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ പേര് തന്നെ കോൺസ്റ്റൻ്റ് എന്നുണ്ട്. ടെമ്പറേച്ചർ, ഇത് ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്നും ആറും ടിയും കോൺസ്റ്റൻ്റ് ആണ്. അത് മൂന്നും നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ എൻ ആർ ടി ഇൻറ്റു പിന്നെ ഈ ഇൻ്റഗ്രൽ സിമ്പിൾ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് എഴുതുക. ബാക്കി ഇവിടെ ബൈ വി ആണുള്ളത് അല്ലേ. അപ്പോൾ 1/v എന്ന് എഴുതുക, ഇൻറ്റു ഈ ഡി വി ഉണ്ട്, ഡി വി എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ എൻ ആർ ടിയെ കുറിച്ച് ഇനി നമ്മൾ ആലോചിക്കേണ്ടതില്ല, അത് എക്സ്പ്രഷനിൽ അവസാനം വരെ അതേപോലെ വരും. ഓക്കെ, എൻ ആർ ടി അവിടെ കിടക്കട്ടെ. ഇനി ഇൻ്റഗ്രൽ 1/v ഡി വി മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇൻ്റഗ്രൽ 1/v ഡി വി ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റൂള് അറിഞ്ഞിരിക്കണം. ആ റൂൾ ഇതാണ്, ഇൻ്റഗ്രൽ 1/x dx, ഇൻ്റഗ്രൽ 1/x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഡി എക്സ് എന്നോ അല്ലെങ്കിൽ ഡി ടി എന്നോ ഡി വി എന്നോ ഡി എക്സ് എന്നൊക്കെ കാണും. ഓക്കെ, അത് ഇൻ്റഗ്രേഷൻ്റെ ഒരു റൂളാണ്, അത് എപ്പോഴും കൂടെ കാണും. നമ്മൾ നോക്കേണ്ടത് അതല്ലാതെ ബാക്കിയുള്ളതിനെ മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ 1/xനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 1/xൻ്റെ വാല്യൂ ആൻസർ എന്ന് പറയുന്നത് log x ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ 1/x dx ഇസ് ഈക്വൽ ടു log x എന്ന് എഴുതാം. ലോഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ബ്ലാക്ക് ബട്ടണിൽ കാണാൻ കഴിയും. ലോഗ് കാൽക്കുലേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 1 2 3 നമ്പേഴ്സിൻ്റെ ഒക്കെ മുകളിൽ കുറച്ച് കീസ് ഉണ്ടായിരിക്കും, അതിൽ ലോഗ് LOG എന്ന് എഴുതിയിരിക്കും. ഓക്കെ, ലോഗരിതം എന്നുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ലോഗരിതം എന്താണ് എന്ന് നിങ്ങൾ മാത്സിൽ സിലബസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് പഠിക്കാനില്ല, പക്ഷേ നിങ്ങളത് അറിഞ്ഞിരുന്നാലേ മാത്സ് ആയാലും കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗരിതം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക, അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്ററിൻ്റെ യൂസേജ് വീഡിയോ ചെയ്തിരുന്നല്ലോ, അതേപോലെ ലോഗരിതം എന്താണ്, അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ 1/x dx ഇസ് ഈക്വൽ ടു log x ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1/v ഡി വി എന്തായിരിക്കും? എക്സിന് പകരം വി വന്നു എന്നല്ലേ ഉള്ളൂ. 1/xന് പകരം 1/v വന്നു, ഡി വിക്ക് പകരം ഡി എക്സിന് പകരം ഡി വി വന്നു. അപ്പം ഇവിടെ log x വന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ log v ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻ്റഗ്രൽ സിമ്പിൾ ഇടണ്ട, ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ 1/v ഡി വിയുടെ വാല്യൂ log v എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രേഷൻ സിമ്പിൾ മാത്രമേ പോകുന്നുള്ളൂ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്പോഴും പോയില്ല. അത് നമ്മൾ ഈ log x ഈ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്താണോ അതിന് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ലോവർ ലിമിറ്റും റൈറ്റ് സൈഡിൽ മുകളിൽ അപ്പർ ലിമിറ്റും എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതും? സ്ക്വയർ ബ്രാക്കറ്റ് log v ഫ്രം v1 to v2. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇതാ, ആദ്യം ഈ അപ്പർ ലിമിറ്റ് എടുത്ത് ഈ വേരിയബിളിൽ കൊടുക്കുക. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് v ആണ്, ഇവിടെ ആയിരുന്നെങ്കിൽ x ആയിരുന്നേ, ഇവിടെ v ആണ്. അപ്പോൾ ഈ വിക്ക് പകരം v2 കൊടുക്കുക. അപ്പോൾ എന്താവും? log v2 എന്നാവും അല്ലേ. അപ്പോൾ log v2 എന്ന് എഴുതുക. ഓക്കെ, ഇനി മൈനസ്, ഇവിടെ എപ്പോഴും മൈനസ് ആണ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുകയാണ് വേണ്ടത്. മൈനസ് ഈ വേരിയബിളിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ log v1 എന്ന് എഴുതുക, log v1. അപ്പോൾ എൻ ആർ ടി അതേപോലെ ഇവിടെ എഴുതുക, ഇൻറ്റു log v2 മൈനസ് log v1. ഇത്രയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് എത്തി നിൽക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിതിനെ അടുക്കി പറക്കി വൃത്തിയാക്കി എഴുതിയാൽ മതി. അപ്പോൾ log v2 മൈനസ് log v1. അപ്പോൾ ഇതും ചെയ്യണം. ഇതും ലോഗരിതമിക് ഓപ്പറേഷൻ്റെ ഒരു റൂള് പഠിച്ച് വെച്ചിരിക്കണം, എന്നാലേ log v2 മൈനസ് log v1 ചെയ്യാൻ പറ്റൂ. ആ റൂൾ ഇതാണ്, log a മൈനസ് log b. log a മൈനസ് log b ചെയ്താൽ log a/b ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും x raised to n ഇൻറ്റു x raised to m ഈസ് ഈക്വൽ ടു x raised to n പ്ലസ് m എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ ഉള്ള മറ്റൊരു റൂളാണ് log a മൈനസ് log b ഈസ് ഈക്വൽ ടു log ഓഫ് a/b.
ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാൻ വേണമെങ്കിൽ ലോഗ് ബ്രാക്കറ്റിനകത്ത് A/B എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എക്കും ബിക്കും പകരം ഇവിടെ V2 V1 ആണ് ഉള്ളത് അല്ലേ. എക്ക് പകരം V1, എക്ക് പകരം V2, ബിക്ക് പകരം V1. അപ്പോൾ V2 - V1 ആണെങ്കിൽ ലോഗ് V2 / V1 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇങ്ങനെ ആവും. NRT അതേപോലെ എഴുതുക. ലോഗ് V2 - V1 പകരം ലോഗ് V2 - ലോഗ് V1 പകരം ലോഗ് V2 / V1 എന്ന് എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എക്സ്പ്രഷൻ. വർക്ക് ഡൺ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. NRT ലോഗ് V2 - V1. അപ്പോൾ ഈ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചേക്കുക. ഈ എക്സ്പ്രഷൻ കാണാതെയും പഠിച്ചു വെച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് തന്നിരിക്കും. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 8.314 എന്നാണ്. നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ യൂണിറ്റും കൂടെ പഠിച്ചു വെച്ചേക്കണം. ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്, അല്ലെങ്കിൽ ജൂൾ പെർ മോൾ പെർ കെൽവിനാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഫിസിക്സിൽ ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ വാല്യൂ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, 8.314 ആണെന്നുള്ളത്. അതേപോലെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ടായിരിക്കും. ടെമ്പറേച്ചർ മാറില്ലല്ലോ, ഐസോതെർമൽ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഒരൊറ്റ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ വോളിയം V1, ഇനിഷ്യൽ വോളിയം ഫൈനൽ വോളിയം തരും. ഇനി ലോഗിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടാക്കുമോ? കാൽക്കുലേറ്ററിൽ ലോഗ് അടിച്ചിട്ട് ബ്രാക്കറ്റിൽ V2 / V1 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനും അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമുക്കത് പ്രോബ്ലത്തിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. ഈ ചാപ്റ്ററിന് ഒരു 2-3 ചാപ്റ്റർ കൂടെ ഉള്ളൂ. അതുകൂടെ തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ഒന്നാമത്തെ ചാപ്റ്ററോട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് വരാം. പിന്നെ ഈ ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. ഡെറിവേഷൻ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും ആദ്യം, പക്ഷേ ഇത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഒരു തവണ ഇത് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം നിങ്ങളിത് മാറ്റി വെച്ചതിന് ശേഷം നോക്കാതെ, നോട്ടിലോ മൊബൈലിലോ നോക്കാതെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് പിറ്റന്നൂടെ ഒന്നെടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മറക്കത്തില്ല. പിന്നെ എക്സാമിൻ്റെ തലേദിവസം ഒന്നുകൂടെ എടുത്ത് വെച്ച് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഈ വർക്ക് ഡൺ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഐസോതെർമൽ പ്രോസസ്സിനെ പറ്റി പഠിക്കാൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് വോൾ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. അഡിയബാറ്റിക് വോൾ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു വോളിനെയാണ് അഡിയബാറ്റിക് വോൾ എന്ന് വിളിക്കുന്നത്. ഹീറ്റ് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന വോളിനെയാണ് ഡയാതെർമിക് വോൾ എന്നും വിളിക്കുന്നത്. അതും പറഞ്ഞായിരുന്നു. അപ്പോൾ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്തത്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ് ഫ്ലോ നടക്കാത്ത ഒരു പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനകത്തൊരു പ്രോസസ്സ് കിടക്കുകയാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാനും സാധ്യതയൊക്കെ ഉണ്ട്. ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ടെമ്പറേച്ചർ കൂടിയാലും ശരി, ടെമ്പറേച്ചർ കുറഞ്ഞാലും ശരി, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഹീറ്റിനെ പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അതേപോലെ പുറത്തുനിന്ന് ഹീറ്റിന് അകത്തോട്ടും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് ഒരു അഡിയബാറ്റിക് വോളാണ്. അതായത് ഹീറ്റിനെ ഒട്ടും കടത്തിവിടില്ല, പെർഫെക്റ്റ്ലി ഇൻസുലേറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്തോട്ടോ പുറത്തോട്ടോ ഹീറ്റ് ഫ്ലോ ചെയ്യില്ല. അങ്ങനത്തെ പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് എന്ന് വിളിക്കുന്നത്. ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് ഓൾ ദ ക്വാണ്ടിറ്റീസ് P, V ആൻഡ് T ചേഞ്ചസ്. പ്രഷർ ചേഞ്ച് ചെയ്യും, വോളിയം ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. പക്ഷേ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കില്ല. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. പക്ഷേ ആ ഹീറ്റ് ഉണ്ടാകുന്നതിന് പുറത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഹീറ്റ് കെട്ടി നിൽക്കും അല്ലേ. ഇതിനകത്ത് ഹീറ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടാം, ചിലപ്പോൾ ടെമ്പറേച്ചർ കുറയാം. ഇതൊക്കെ നടക്കാം. പ്രഷർ ചേഞ്ച് ചെയ്യാം, വോളിയം ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഹീറ്റ് ഫ്ലോ മാത്രം അനുവദിക്കത്തില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷനോട് പഠിച്ചു വെച്ചേക്കണം. ഇക്വേഷൻ ഫോർ അഡിയബാറ്റിക് പ്രോസസ്. ഇവിടെ 2-3 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനാണ്. എന്താണ്? PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. എന്താണ് ഗാമ? ഗാമ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് റേഷ്യോ എന്നാണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് റേഷ്യോ എന്നാണ് ഗാമയുടെ പേര്. അപ്പോൾ എന്താണ് ഐഡിയൽ ഗ്യാസ് റേഷ്യോ? CP/CV ആണ് ഐഡിയൽ ഗ്യാസ് റേഷ്യോ. എന്താണ് CP? CPയുടെ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. CP എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നാണ്. അതുപോലെ CV എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നാണ്.
അപ്പോൾ സി പി എയും സി വി എയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് ഗാമ. ഓക്കെ, ഈ ഗാമയുടെ വാല്യൂ 1.4 ആയിരിക്കും. 1.4 ആ നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, കാരണം ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഗാമയ്ക്ക് നിങ്ങൾ 1.4 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി വോളിയം, ഗാമ ഐഡിയൽ ഗ്യാസ് റേഷ്യോ. ഓക്കെ, ഐഡിയൽ ഗ്യാസ് റേഷ്യോ എന്താണ് എന്നുള്ളത് സൈഡിൽ എഴുതി വെച്ചേക്കുക. എന്താണ്? സി പി ബൈ സി വി ആണ്. ഇനി സി പിയും സി വിയും എന്താണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, വേറെ 2 ഇക്വേഷൻ കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ടി ടെമ്പറേച്ചർ, വി വോളിയം, ഗാമ ഐഡിയൽ ഗ്യാസ് റേഷ്യോ. ഓക്കെ, അതേപോലെ പി റേസ് ടു ഗാമ ഇൻറ്റു വി റേസ് ടു 1 മൈനസ് ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡെറിവേഷനിലെങ്കിലും വരുന്നില്ല. പക്ഷേ ഈ 2 ഇക്വേഷൻ നിങ്ങൾ കാണാതെ പിടിച്ച് വെച്ചേക്കണം. പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റും ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള ഈ 2 ഇക്വേഷനും അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് പഠിച്ച് വെച്ചേക്കണം, ഉറപ്പായിട്ടും പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചല്ലോ, അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം. ഒന്ന്, സഡൻ ബേർസ്റ്റ് ഓഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഓർ എ ടയർ ട്യൂബ്, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ. 2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾസ് എന്താണ്? സഡൻ ബേർസ്റ്റ് ഓഫ് എ ഇൻഫ്ലേറ്റഡ് ബലൂൺ. ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിച്ച എന്നാണ്. വീർപ്പിച്ച ബലൂൺ, ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ച് കാറ്റ് നിറച്ച് വെച്ചിരിക്കുകയാണ്, എന്നിട്ട് അതിനെ കാറ്റ് പെട്ടെന്ന് അങ്ങ് തുറന്നു വിടുകയാണ്. ഓക്കെ, സഡൻ ബേസ്റ്റ് ആണ്. പെട്ടെന്ന് ഒന്നുകിൽ കാറ്റ് പെട്ടെന്ന് തുറന്നു വിടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അവിടെ ഹീറ്റിന് അതിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ടോ സറൗണ്ടിങ്ങിലോട്ട് എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് അകത്തോട്ട് എൻ്റർ ചെയ്യാനോ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് എപ്പോഴും ഒരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ് ആയിരിക്കും, ഒരു സഡൻ പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ ഐസോതെർമൽ പ്രോസസ്സ് എങ്ങനെയാണ്? അതൊരു സ്ലോ പ്രോസസ്സാണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതേപോലെ സഡനായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ. ഓക്കെ, സഡൻ ബേസ്റ്റ് ഓഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ, അല്ലെങ്കിൽ ഒരു ടയർ ട്യൂബ്. ടയർ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ ട്യൂബ് ഉണ്ടല്ലോ, കാറ്റ് നിറച്ച് വെച്ചിരിക്കുന്ന ട്യൂബ്, അല്ലെങ്കിൽ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ എൻ്റെ ടയർ. ഓക്കെ, അതിൻ്റെയൊക്കെ സഡൻ ബേസ്റ്റ് എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ. എയറിൽ കൂടെ, വായുവിൽ കൂടി സൗണ്ട് മുന്നോട്ട് പോകുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫോമാണ്, അതൊരു വേവ് ആയിട്ടാണ് പോകുന്നത്. സൗണ്ട് എന്ന് പറയുന്ന സൗണ്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് പഠിക്കും. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ എന്ന് പറയുന്നത് ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് ആണെന്നൊക്കെ അവിടെ പഠിക്കും. ഇപ്പോൾ നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ എന്താണ്, എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേവ് മുന്നോട്ട് പോകുന്നതിനാണ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. വേവിൻ്റെ മൂവ്മെൻറ്റിനെയാണ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കുക. ഇനി എങ്ങനെയാണ് ഈ സഡൻ ബേസ്റ്റ് അഡിയബാറ്റിക്കിന് എക്സാമ്പിൾ ആവുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഡ്യൂറിങ് എ സഡൻ എക്സ്പാൻഷൻ നോ ഇൻടേക്ക് ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ്. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കത്തില്ല? ഹീറ്റ് അകത്തോട്ടോ പുറത്തോട്ടോ ഫ്ലോ ചെയ്യത്തില്ല. സോ ദ വർക്ക് ഡൺ ഫോർ ദ എക്സ്പാൻഷൻ ഈസ് ഡൺ യൂസിങ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന വർക്ക്, ആ വർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വർക്ക് ഡൺ ഫോർ ദ എക്സ്പാൻഷൻ ഈസ് ഡൺ യൂസിങ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്തുള്ള, ആ ബലൂണിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ടോട്ടൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന ടോട്ടൽ എനർജി, ആ സിസ്റ്റത്തിനകത്തുള്ള മൊത്തം എനർജിയാണ് ഇൻറ്റേർണൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഇൻറ്റേർണൽ എനർജി തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നത്, ബേസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ സോ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് ആൻഡ് ഹെൻസ് ടെമ്പറേച്ചർ ഡിക്രീസസ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ഇൻറ്റേർണൽ എനർജി കുറയും അല്ലേ? അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചറും കുറയും. ഓക്കെ, ദസ് ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ കൂളിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് നടക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? സഡനായിട്ട് ഇത് ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രോസസ്സ് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എനർജി ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നോട്ട് ടെലിഗ്രാം ചാനലിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.